അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരു ദിവസം മുത്തുനബിയുടെ പ്രിയപ്പെട്ട എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് കൂടുതൽ എന്താണ് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടുള്ള ചോദ്യം പലതുകൊണ്ടും പലതും നാം ചോദിക്കേണ്ടവരാണ്, ചോദിക്കുന്നവരുമാണ്. സ്വർഗ്ഗം ചോദിക്കണം, മരണത്തിൻ്റെ സമയത്തുള്ള വിജയം ചോദിക്കണം, ദുനിയാവിലുള്ള വിജയം ചോദിക്കണം. അങ്ങനെ പലതും എല്ലാം അള്ളാഹുവാണല്ലോ നൽകുന്നവൻ. എല്ലാം അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് ഒരു മുഅ്മിൻ. അപ്പോൾ പക്ഷേ എന്നാലും വളരെ ഗൗരവത്തോടു കൂടെ ഞാൻ റബ്ബിനോട് എന്താണ് ചോദിക്കേണ്ടത് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവിടുന്ന് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? അപ്പോഴാണ് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത്. മുത്തുനബി അവിടുന്ന് പറഞ്ഞു, അൽ ആഫിയ, ആഫിയത്തിന് ചോദിക്കുക എന്ന് പറഞ്ഞു. അതായത് ആഫിയത്ത് ചോദിക്കുക. ഇത് കേട്ടപാടെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് അത്ര തൃപ്തിയായില്ല എന്ന് പറഞ്ഞാൽ മുത്തുനബി എന്തോ ഒരു ഗൗരവമുള്ളൊരു കാര്യം എന്നോട് ചോദിക്കാൻ പറയുമായിരുന്നു. പക്ഷെ ആഫിയത്ത് വേണം. പക്ഷെ എന്നാലും ആഫിയത്തിനെ ചോദിക്കാനല്ലേ മുത്തുനബി പറഞ്ഞത്. അതത്ര ബഹുമാനപ്പെട്ടവർക്ക് തൃപ്തിപ്പെട്ടില്ല. ഏതായാലും അങ്ങനെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ബഹുമാനപ്പെട്ടവർക്ക് ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. ആ ചോദ്യം വീണ്ടും ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അല്ല നബിയെ, ഞാൻ എന്താണ് മുത്തുനബി അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്? ആ സമയത്ത് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ടവർക്ക് വീണ്ടും അതിൻ്റെ മുത്തുനബി ഇത് തന്നെ പറഞ്ഞത് അങ്ങനെ അത്രമാത്രം തൃപ്തിയായില്ല. വീണ്ടും അങ്ങനെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും മൂന്നാമതായൊരു അവസരത്തിൽ ബഹുമാനപ്പെട്ടവർ വീണ്ടും മുത്തുനബിയോട് ചോദിക്കുന്നു, ഇന്ന് പ്രത്യേകമായി എന്തെങ്കിലും, ഞാൻ മൂന്നാമത്തെ തവണയാണല്ലോ ചോദിക്കുന്നത്, പ്രത്യേകമായി എന്തെങ്കിലും ചോദിക്കാൻ എന്നോട് ഗൗരവത്തോടു കൂടി പറയും എന്ന് ചിന്തിച്ച് ബഹുമാനപ്പെട്ടവർ ആ ചോദ്യം കുറേ കാലത്തിൻ്റെ ശേഷം അവിടുന്ന് ചോദിക്കുന്നു. കുറേ ദിവസത്തിന് ശേഷം ആ ചോദ്യം ചോദിക്കുന്നു. ആ സമയത്തും മുത്തുനബി അവിടുന്ന് പറഞ്ഞ മറുപടി, നിങ്ങൾ ആഫിയത്തിന് ചോദിക്കുക എന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലായത് മുത്തുനബി ഇത് പറഞ്ഞത് ഗൗരവത്തിൽ തന്നെ ചോദിക്കാനാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് മുത്തുനബി എത്രമാത്രം ഗൗരവത്തോടു കൂടെ ആഫിയത്തിന് ചോദിക്കുക എന്ന് പറഞ്ഞത്? എന്തിനാണ്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് നൽകിയ ആഫിയത്ത്, ഈ നിയമത്ത്, ഇത് ചെറിയ നിയമത്തൊന്നുമല്ല. ഇത് നമ്മുടെ കയ്യിലുമല്ല, നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. ഈ ആഫിയത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാവുക. ഞാൻ എത്ര വലിയ ഇബാദത്തുള്ളവനോ എത്ര വലിയ ആവേശമുള്ളവനാകണമെങ്കിൽ ഉള്ള ആഫിയത്ത് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇബാദത്തുണ്ടാവില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല. വേണ്ടതുപോലെ ചെയ്യാൻ മനസ്സിന് സമാധാനമോ അല്ലെങ്കിൽ അതിനുള്ള ശക്തിയോ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവുകയില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു വിഷയമാണ് ആഫിയത്ത് എന്നുള്ളത്. അത് ചെറിയ വിഷയമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു രോഗം വരുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം വരുമ്പോഴേക്ക് മാത്രം അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുകയല്ല, ഏത് സമയത്തും റബ്ബിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതേ ആഫിയത്ത് ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ സുബഹി നിസ്കാരത്തിൽ ഖുനൂത്തിലൊക്കെ നമ്മൾ ഒരു ചോദ്യം റബ്ബിനോട് ചോദിക്കുന്നു, ആഫിനാ ഫീമൻ ആഫൈത്, ഓ റബ്ബേ, നീ ആരോഗ്യം നൽകിയവരെ കൂടെ നമ്മൾക്കും നീ ആരോഗ്യം നൽകണേ എന്ന് എല്ലാ ദിവസവും ആ വലിയ പ്രധാനമേറിയ സുബഹി നിസ്കാരത്തിലെ ഖുനൂത്തിൽ നമ്മളോട് ഇസ്ലാം കൽപ്പിക്കുന്നത് ആ ഒരു ചോദ്യം ചോദിക്കാനാണ്. ഒന്നാമത്തത് ഹിദായത്താണ് ചോദിക്കേണ്ടത്. രണ്ടാമത്തത് റബ്ബിനോട് ചോദിക്കുന്നത് ആഫിയത്തിനെയാണ്. എന്തിനാണ് ആഫിയത്ത് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തെല്ലാം മാരകമായ പേടിപ്പെടുത്തുന്ന എന്തെല്ലാം രോഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങ് ആഫിയത്ത് അല്ലാഹു നൽകിയ ഈ ശരീരത്ത്, ഈ കൈക്കാലുകൾക്ക് കുറവും വരാതെ
മരണം വരെ അള്ളാഹു ആഫിയത്ത് നൽകി അതിന് വേണ്ടതുപോലുള്ള സംരക്ഷണ നൽകിയാലേ നമുക്ക് അള്ളാഹുവിനെ തന്നെ വഴിപ്പെടാനും ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് 3 തവണയും മുത്തുനബി അത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടാണ് ആഫിയത്ത് ചോദിക്കുക, ആഫിയത്ത് ചോദിക്കുക, ആഫിയത്ത് ചോദിക്കുക എന്ന് മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. ആ ചോദ്യം നമ്മുടെ ജീവിതത്തിലും അത് വളരെ ഗൗരവത്തോടു കൂടെ ഉണ്ടാകണം. എല്ലാ ചോദ്യത്തിലും എല്ലാ ദുആയിലും റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് ആഫിയത്ത് നൽകണേ അല്ലാഹ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ ആഫിയത്ത് നല്ല നിലക്ക് മരണം വരെ ഒരു കുറവുമില്ലാതെ അവൻ നിലനിർത്തി തരുമാറാവട്ടെ. നല്ല ആഫിയത്തുള്ളവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.